ഹായ്, വെൽക്കം ബാക്ക് ടു നോളജ് വ്ലോഗർ. എൻ്റെ പേര് സ്റ്റെഫി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എക്സസൈസ് 7.2 6th ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നല്ലേ. നമ്മൾ ഇനി 7th ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഫൈൻഡ് ദ ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2. ഓക്കെ, അപ്പോൾ അതിന് ഇൻ്റഗ്രൽ നമുക്ക് കണ്ടുപിടിക്കണം. ഇതെന്ത് ചെയ്യണം? നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാം? ഈ സ്ക്വയർ റൂട്ടിൻ്റെ അകത്തുള്ള ആൾക്ക് എന്ത് ചെയ്യാം? യൂസിങ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ മെത്തേഡ് യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ എന്ത് വരും? നമുക്ക് എന്ത് കൊടുക്കാം? പുട്ട് x plus 2 is equal to t. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് വരും? dx 2ൻ്റെ ഡെറിവേറ്റീവ് 0 is equal to dt എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എക്സ് പ്ലസ് 2ന് പകരം t എന്ന് കൊടുക്കാം. പക്ഷേ ഇവിടെ എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? എക്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ടിയുടെ ടേംസിൽ എഴുതണം അല്ലേ. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി അല്ലേ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സിനെ എങ്ങനെ എഴുതാം? ഡി എക്സിനെ നമുക്ക് ഡി ടി നമുക്ക് ഇവിടെ കൊണ്ട് കിട്ടി. നമുക്ക് എക്സിനെ ടിയുടെ ടേംസ് കിട്ടിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം? എക്സിനെ കണ്ടുപിടിക്കണം. എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എന്ത് വരും? ഈ 2നെ അപ്പുറത്ത് കൊണ്ടുപോകുക. അതെന്ത് വരും? ടി മൈനസ് 2. ഓക്കെ, നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടി മൈനസ് 2. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2ന് പകരം നമ്മൾ എന്ത് കൊടുക്കാം? ടി. ഇപ്പോൾ ഡി എക്സിന് പകരം ഡി ടി. ഓക്കെ, ഇപ്പോൾ എല്ലാം ടിയുടെ ടേംസിലായല്ലോ. നമുക്കിനി എന്ത് ചെയ്യാം? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സ്ക്വയർ റൂട്ട് ഓഫ് ടിയുടെ ഇൻ്റഗ്രൽ നമുക്കറിയാം. നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ടി റേസ് ടു 1/2 ആണ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത്. എക്സ് റേസ് ടു 1/2 ആണ്. അതുകൊണ്ട് സ്ക്വയർ റൂട്ട് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ടി റേസ് ടു 1/2 ആകും. അതായത് ഇൻ്റഗ്രൽ ഓഫ് ടി മൈനസ് 2 ഇൻറ്റു ടി റേസ് ടു 1/2 ഡി ടി. ഓക്കെ, ഈ ടി റേസ് ടു 1/2നെ നമുക്ക് എന്ത് ചെയ്യാം? അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? ടി ഇൻറ്റു ടി റേസ് ടു 1/2 integral of t into t raised to 1/2 dt minus അടുത്ത എന്ത് വരും? 2 into t raised to integral of 2 into t raised to 1/2 dt. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? a raised to m into a raised to n എന്ന് പറഞ്ഞാൽ എന്താ? a raised to m into a raised to n എന്ന് പറഞ്ഞാൽ എന്താ? a raised to m plus n. അപ്പോൾ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്തേ. t raised to 1 എന്നാണ് ഇതിൻ്റെ മീനിങ്. അതായത് t raised to 1 plus 1/2. എന്താ ഇത്? 1 plus 1/2 എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ? t raised to 3/2 എന്ന് വരും. അപ്പം ഇൻ്റഗ്രൽ ഓഫ് t raised to 3/2 dt മൈനസ് ഇൻ്റഗ്രൽ ഓഫ് 2നെ നമുക്ക് പുറത്തെടുക്കാം. t raised to 1/2 dt. ഓക്കെ, നമുക്ക് ഇനി ഇൻ്റഗ്രൽ എങ്ങനെ കാണാം? എക്സ് റേസ് ടു എൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് റേസ് ടു n plus 1/n+1 അല്ലേ. അപ്പം t raised to 3/2 plus 1/3/2 plus 1 minus 2 into t raised to 1/2 plus 1/1/2 plus 1. ഓക്കെ, ഇങ്ങനെ വരും. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. എന്ത് വരും? 3/2 plus 1 എത്രയാണ്? 3/2 plus 1 3/2 plus 1 എന്ന് പറഞ്ഞാൽ 3 plus 2 into 1 2/2, അതായത് 5/2 എന്ന് വരും അല്ലേ. ഈക്വൽ ടു ടി റേസ് ടു 5/2/5/2 മൈനസ് 2 ഇൻറ്റു 1/2 പ്ലസ് 1 എന്താ? നമ്മൾ ഓൾറെഡി ഇപ്പോൾ കണ്ടുപിടിച്ചു 3/2 ആണെന്ന്. നമുക്ക് കൊടുക്കാം. എന്ത് വരും? ടി റേസ് ടു 3/2/3/2 പ്ലസ് സി. കോൺസ്റ്റൻ്റ് ഉണ്ട്, പ്ലസ് സി കോൺസ്റ്റൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇതിനെ റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ടി റേസ് ടു 2 ഇൻറ്റു ടി റേസ് ടു 5/2/5 മൈനസ് 2 ഇൻറ്റു 2/3 ടി റേസ് ടു 3/2 പ്ലസ് സി. ഓക്കെ, നമ്മുടെ ടി ആരാണ്? നമ്മൾ ടി എന്ന് പറയുന്ന ആർക്കായിരുന്നു കൊടുത്തത്? എക്സ് പ്ലസ് 2നായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടിക്ക് പകരം എന്ത് കൊടുക്കാം? എക്സ് പ്ലസ് 2 എന്ന് കൊടുക്കാം. അതായത് 2/5 എക്സ് പ്ലസ് 2 റേസ് ടു 5/2 മൈനസ് 4/3 എക്സ് പ്ലസ് 2 റേസ് ടു 3/2 പ്ലസ് സി. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ബൈ.